ിലൂടെയും നമ്മുടെ പ്രവിശ്യകൾ, നമ്മുടെ നാട്ടുരാജ്യങ്ങൾ അല്ലേ, നമ്മുടെ നാട്ടുരാജ്യങ്ങളെ എന്താക്കി മാറ്റാൻ അവർ ശ്രമിച്ചിരുന്നത്? നാട്ടുരാജ്യങ്ങളെ അവർ തമ്മിൽ തല്ലിപ്പിക്കുക അല്ലേ. അതായത് തിരുവിതാംകൂറും നമ്മളുടെ ഇന്ത്യ എന്തായിരുന്നു, കുറേ ചെറിയ കുഞ്ഞു പ്രാദേശികമായിട്ട് വിഭജിച്ച് കിടന്ന സമയത്താണ് ആര് വന്നത്? നമ്മൾ ബ്രിട്ടീഷുകാർ വന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പരസ്പരം ഡിവൈഡ് ആൻഡ് റൂൾ പോളിസിയാണ് ആര് സ്വീകരിച്ചത്? നമ്മളെ ബ്രിട്ടീഷുകാർ ഇന്ത്യയെ തകർക്കാൻ വേണ്ടിയിട്ട് അവർ സ്വീകരിച്ച രീതിയാണ് ഡിവൈഡ് ആൻഡ് റൂൾ. ഡിവൈഡ് ആൻഡ് റൂൾ പോളിസിയാണ് ആര് അക്സെപ്റ്റ് ചെയ്തത്? ബ്രിട്ടീഷുകാർ. നമ്മുടെ ഇന്ത്യയെ ഭിന്നിപ്പിച്ച് ഭരിക്കുക. എന്നാൽ മാത്രമേ, ഒരു എക്സാമ്പിൾ, നമ്മുടെ കോഴിക്കോട് ഭരിച്ചത് സാമൂതിരിയാണ്, തിരുവിതാംകൂർ ഭരിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. അപ്പോൾ തിരുവിതാംകൂറും കോഴിക്കോടും അയൽ പ്രദേശം എന്നൊക്കെ അന്ന് പറയും. ഇന്ന് നമ്മൾ ഡിസ്ട്രിക്റ്റായി അല്ലേ, തൃശ്ശൂർ, കണ്ണൂർ, അതേപോലെ. പക്ഷെ അന്ന് കുറച്ച് ഇതിന് പേര് അയൽ സംസ്ഥാനങ്ങൾ എന്നൊക്കെ. അപ്പോൾ ഈ പ്രദേശങ്ങളെ തമ്മിൽ പരസ്പരം കോഴിക്കോടും കോഴിക്കോട് സാമൂതിരിയും നമ്മുടെ തിരുവിതാംകൂറിലെ മാർത്താണ്ഡവർമ്മയും തമ്മിൽ അടി ഉണ്ടാക്കുക. എന്നിട്ട് ആ പ്രദേശം ആരെ ഭാഗത്തേക്കാക്കുക? ബ്രിട്ടീഷുകാരുടെ ഭാഗത്ത്. അപ്പോൾ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസിയാണ് അവർ ഉപയോഗിച്ചിരുന്നത്. പിന്നെ അതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം യൂറോപ്യൻ കൊമേഴ്സ്യൽ ആൻഡ് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്. നമ്മളെ കൊമേഴ്സ്യലായും പൊളിറ്റിക്കലായും നമ്മളെ ചൂഷണം ചെയ്തു. ആൻഡ് ബിറ്റ്വീൻ ഇംഗ്ലീഷ് ആൻഡ് ദ ഫ്രഞ്ച് ഇൻ ഇന്ത്യ, റീസൺസ് ഓഫ് കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ഇംഗ്ലീഷ് ആൻഡ് ഫ്രഞ്ച് ഇൻ ഇന്ത്യ in the 18th century. The growth of British power in ബംഗാളിൽ അല്ലേ, നമുക്കറിയാം, നമ്മൾ മുഗൾ ഭരണ കാലഘട്ടത്തിൽ 18th സെഞ്ച്വറിയിൽ ഡിസ്കസ് ചെയ്തപ്പോൾ ബംഗാളിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലായിരുന്നു നമ്മളെ ഡെവലപ്മെൻ്റ് ഒക്കെ വന്നതിൽ ബഹദൂർ ഷാമളൊക്കെ പറഞ്ഞു. അതേപോലെ നമ്മൾ ഇന്ത്യയിൽ അതും ഇന്ത്യ തന്നെയാണ്, ഇതും ഇന്ത്യ തന്നെയാണ് അല്ലേ. ഇന്ത്യയിലാണ് മുഗളന്മാർ ഡൽഹി സുൽത്താനേറ്റൊക്കെ വന്നത് ഇന്ത്യയിലാട്ടോ, മറന്നു പോകരുത്, വേറെ രാജ്യത്തൊന്നുമല്ല, നമ്മുടെ സ്വന്തം രാജ്യത്തുള്ള കഥയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേപോലെ നമ്മൾ ഇന്ത്യയെ തന്നെ ആരെ എക്സ്പ്ലോയിറ്റ് ചെയ്തത്? ബ്രിട്ടീഷുകാർ. അതിൻ്റെ പേരാണ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. അപ്പോൾ അതിൽ ബ്രിട്ടീഷുകാരെ നെക്സ്റ്റ് ഇത് നോളജ് അബൌട്ട് ദ സബ്സിഡറി അലയൻസ് ഓഫ് കൺക്ലൂഡഡ് ബൈ ബ്രിട്ടീഷ് പവർ ഇൻ ഇന്ത്യ. അണ്ടർസ്റ്റാൻഡ് ദ എക്സ്പാൻഷൻ ഓഫ് ബ്രിട്ടീഷ് പവർ. എക്സ്പാൻഷൻ അവരെന്ത് ചെയ്തു? വ്യാപിപ്പിച്ചു. അതിൽ കീഴടക്കല്ലേ, ഓരോ പ്രദേശങ്ങളും കീഴടക്കി. പോളിസി ഓഫ് ഡോക്ട്രിൻ ഓഫ് ലാപ്സ് ആൻഡ് ഇൻട്രൊഡ്യൂസ്ഡ് ഓഫ് ലോർഡ് ഡൽഹൌസി പ്രഭു ലെഡ് ടു എക്സ്പാൻഷൻ ഓഫ് ബ്രിട്ടീഷ് പവർ ഇൻ ഇന്ത്യ. ദത്താവകാശ നിരോധന നിയമം എന്നുള്ളൊരു സംഭവമാണ് ലോർഡ് ഡൽഹൌസി പ്രഭു. അദ്ദേഹം എന്ത് പറഞ്ഞു? നമ്മുടെ സംസ്ഥാനങ്ങളിലെ, നമ്മുടെ രാജ്യത്തിലെ സംസ്ഥാനങ്ങളിലെ രാജാക്കന്മാർ മരിച്ചു പോയാൽ അവരുടെ മക്കൾക്ക് അവകാശം കൊടുക്കാൻ പാടില്ല. അത് ആർക്ക് വരും? ബ്രിട്ടീഷുകാർക്കേക്ക് വരും. മരണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വരുന്നതല്ല. അപ്പോൾ മരിച്ചു പോയാൽ പിന്നെ വേറെ ആരും അത് എടുക്കാൻ പാടില്ല അല്ലേ. ദത്തെടുത്ത കുട്ടികൾ എന്ത് ചെയ്യാൻ പാടില്ല? അതിലേക്ക് അവർക്ക് നിരോധിച്ച് ദത്തുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ പാടില്ല എന്നുള്ളൊരു. അപ്പോൾ കുട്ടികളില്ലാത്ത രാജ്യങ്ങൾ ആരുടെ പേരിലേക്കായി വരും? നമ്മുടെ ബ്രിട്ടീഷുകാരുമല്ല. അതാണ് ഡൽഹൌസി പ്രഭു. ആംഗ്ലോ ഫ്രഞ്ച് ആൻഡ് സ്ട്രഗിൾ ഇൻ സൗത്ത് ഇന്ത്യ. അപ്പം ഫ്രാൻസ് അവർ അതിൻ്റെ അടുത്ത് വന്നിരുന്നു നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്യണം. അപ്പോൾ ഫ്രാൻസിന് ആര് തുരത്തി ഒളിച്ചു? ബ്രിട്ടീഷുകാർ. ലാസ്റ്റ് ഇവിടെ സ്ട്രെങ്ത് ആയിട്ട് നിന്നത് ബ്രിട്ടീഷുകാരാണ്. ബൈ ദ ബിഗിനിങ് ഓഫ് ദ 18th century, 2 യൂറോപ്യൻ ട്രേഡിംഗ് കമ്പനീസ് ഓഫ് ദ ബ്രിട്ടീഷ് ആൻഡ് ദ ഫ്രഞ്ച് വെർ ലെഫ്റ്റ് ഇൻ ഇന്ത്യ ഓഫ് കോമ്പറ്റിംഗ് ഓഫ് ഇന്ത്യൻ റിസോഴ്സസ്. എല്ലാവർക്കും എന്താ വേണ്ടത്? നമ്മുടെ ഇന്ത്യൻ റിസോഴ്സിന് വേണ്ടിയിട്ടാണ് യൂറോപ്യൻസ് വരുന്നത്. നമ്മുടെ റോ മെറ്റീരിയൽസ്, നമ്മുടെ ഉള്ള ഏലക്ക, പിന്നെ കുരുമുളക്, ഇഞ്ചി, ഏലം തുടങ്ങിയ നമ്മളെ റോ മെറ്റീരിയൽസ്, അതൊക്കെ അത്യാവശ്യം വിലപിടിപ്പുള്ള സംഭവങ്ങളാണല്ലേ. ഇതൊക്കെ ഇവിടുന്ന് കൊണ്ടുപോകാൻ, അവരുടെ നാട്ടിലേക്ക് അയക്കാൻ വേണ്ടിയിട്ടാണ് യൂറോപ്യൻസ് ഇവിടെ വരുന്നത്. അപ്പോൾ അതിലൊരാളാണ് ഫ്രാൻസ് വന്നപ്പോൾ അവർ ഇവിടെ ഉണ്ടായിരുന്നു ബ്രിട്ടീഷുകാർ. അപ്പോൾ അവർ തമ്മിൽ എന്ത് ചെയ്തു? ഫൈറ്റായി. നമ്മളിന്ന് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. നമ്മൾ ആരാണ് നമ്മളെ ഇതാക്കുക നമുക്കറിയില്ല. കാരണം നമുക്ക് സ്ട്രെങ്ത് ഇല്ല, നമുക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി ഇല്ല, നമ്മൾ അവരുടെ കീഴിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് ദ ആംഗ്ലോ ഫ്രഞ്ച് റൈവലറി ടേക്കിംഗ് ഫ്രം ദ 3 കർണാട്ടിക് വാസ് അല്ലേ. ഫ്രാൻസും ബ്രിട്ടീഷുകാരും നടന്ന ഫ്രഞ്ചും ബ്രിട്ടീഷും നടന്ന യുദ്ധത്തിന് എന്തെന്ന് പറയുന്നു? കർണാട്ടിക് വാർ എന്ന് പറയുന്നു. നമ്മൾ ഇതൊക്കെ ഡിസ്കസ് ചെയ്തു കേട്ടോ. കൊമേഴ്സ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ബ്രിട്ടീഷ് പവർ ഇൻ ബംഗാൾ. ഓക്കെ, ഇവിടെ വന്നിട്ടാണ് അവരെന്ത് ചെയ്തത്? എക്സ്പാൻഷൻ ഇൻ ബ്രിട്ടീഷ് പവർ. ഏതാണ് പറഞ്ഞത്? ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി നമ്മൾ ഡിസ്കസ് ചെയ്തു. കർണാട്ടിക് വാർസ് അല്ലേ. കർണാട്ടിക് വാർ ആര് തമ്മിലായിരുന്നു? ഫ്രാൻസ് പ്ലസ് എഫ് ബി ഫേസ്ബുക്ക് അല്ല കേട്ടോ. F+B, അതെ, F മീൻസ് ഫ്രാൻസ്, B ഫോർ ബ്രിട്ടീഷ്. അപ്പോൾ ഫ്രാൻസും ബ്രിട്ടീഷും തമ്മിൽ എന്തായി? ഇവിടെ യുദ്ധം നടന്നു. ആ യുദ്ധത്തിൻ്റെ പേരാണ് എന്താ? യുദ്ധത്തിൻ്റെ പേര് കർണാട്ടിക് വാർസ് എന്നാണ് യുദ്ധത്തിൻ്റെ പേര്. അപ്പോൾ 3 പ്രാവശ്യം 3 കർണാട്ടിക് വാർസാണ് പ്രധാനമായും നടന്നത്.
Okay, the 1756 and 63 in Europe, French and English settlement in India because involved open hospitalities in the child Carnatic War. The British India's company defeated the French force. അതിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി നമുക്കിപ്പോൾ ടെക്സ്റ്റ് വായിക്കാതെ നമുക്ക് പറയാൻ പറ്റും. അതിൽ ആരെ പരാജയപ്പെടുത്തി? ഫ്രഞ്ചുകാരെ പരാജയപ്പെടുത്തി. ഇവിടെ ആരാകുന്നത്? നമ്മൾ ഇന്ത്യക്കാരായതുകൊണ്ട് നമ്മുടെ ഈ ഒരു വിഷയം പഠിക്കുമ്പോൾ നമുക്കറിയാം നമ്മളെ പരാജയപ്പെടുത്തിയത് ആരാണ്? ഫ്രാൻസ് ആണ്. ഫ്രാൻസ് ബ്രിട്ടീഷുകാരെ പരാജയപ്പെടുത്തി. ബ്രിട്ടീഷുകാരെ നമ്മളെ ഭരിച്ചു. ഓക്കെ, അങ്ങനെയാണ് എന്താ ദെൻ ബ്രിട്ടീഷ് ഒക്കുപ്പേഷൻ ഓഫ് ബംഗാൾ, പ്ലാസി ടു ബക്സാർ യുദ്ധം, പ്ലാസി വാർ ആൻഡ് ബക്സാർ യുദ്ധം ആൻഡ് കർണാട്ടിക് വാർ. കർണാട്ടിക് വാർ 3 stages in കർണാട്ടിക് വാർ ആൻഡ് എക്സ്ട്രാ വി ഡിസ്കസ് അബൌട്ട് ദ പ്ലാസി വാർ ആൻഡ് ബംഗാൾ ഇൻ 1757. എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ മിസ്സിൻ്റെ ക്ലാസ് റജ മിസ്സ് പറഞ്ഞതൊക്കെ എന്തായാലും വരുന്നുള്ള ഷുവറാണ്. കാരണം വർഷങ്ങളായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ പറഞ്ഞ എല്ലാം ആവർത്തിച്ച് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. 1757 ഏത് വാറ്? ദ കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ബ്രിട്ടീഷ് അഗൈൻസ്റ്റ് ഇന്ത്യൻ പവർ വാസ് ബംഗാൾ. ദ ഹിസ്റ്ററി ഓഫ് ബംഗാൾ ഫ്രം 1757 to 1765. ഹിസ്റ്ററി ഓഫ് gradual transfer of the power from Nawab from British. During this period of 8 years of 3 of Nawab, Sirajuddaula, Mr. Jafar and Mr. Qasim ruled Bengal by the failed uphold the sovereignty of Nawab. Okay, the British unable to complete the Asian, then taking control in Bengal in 1757 under the Plassey revolt. Okay, അപ്പോൾ പ്ലാസി റിവോൾട്ട് എന്നാണ്? പ്ലാസി റിവോൾട്ട് 1757 പ്ലാസി റിവോൾട്ട്. ബ്രിട്ടീഷ് പ്ലസ് ഇന്ത്യ അല്ലെ? നവാബ് ആര്? ആ സമയത്ത് അവിടെ ഭരിച്ചിരുന്നതാണ് സിറാജുൽ ദൗള. സിറാജ് ഉൽ ദൗള. അപ്പോൾ ഈ പേരുകളൊക്കെ നിങ്ങൾ മറന്നു പോകരുതേ. റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ ക്ലാസ് കേൾക്കുക. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വരും. കാരണം അത് ഇമ്പോർട്ടൻസ് ആയിട്ടൊരു ഏരിയ ആണ്. ഇത് നമ്മുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. 57 പ്ലാസി യുദ്ധം. ആ പ്ലാസി യുദ്ധത്തിൻ്റെ സമയത്ത് അവിടെ ഭരിച്ചിരുന്ന നവാബ്, അതായത് ബംഗാൾ പ്രവിശ്യ എന്നാണ് പറയുക കേട്ടോ. പ്രൊവിൻസസ് ആയി നമ്മൾ പറഞ്ഞില്ലായിരുന്നോ? ഇന്ത്യ പലതരം പ്രൊവിൻഷ്യൻസ് ആയിട്ട് മുഗൾ എംപയറിലെ നമ്മൾ സുൽത്താനേറ്റ് മുഗൾ എംപയർ ഒക്കെ ഡിസ്കസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ പ്രൊവിൻസസ് ആയിട്ടാണ് വിഭജിച്ചിരുന്നത്. അതേസമയം ബംഗാൾ ഒരു പ്രവിശ്യയായിരുന്നു, പ്രൊവിൻസസ് ആയിരുന്നു. അതിന് മലയാളമാണ് പ്രവിശ്യ. അപ്പോൾ ബംഗാൾ പ്രവിശ്യയിൽ ആരായിരുന്നു? നമ്മുടെ സിറാജുദ്ദൗള. ആ സമയത്താണ് ബ്രിട്ടീഷുകാർ വന്നതും നവാബായിട്ടുള്ള സിറാജുദ്ദൗളയെ തോൽപ്പിച്ച് പരാജയപ്പെടുത്തി 1757 ഒരു യുദ്ധം നടത്തി ബ്രിട്ടീഷുകാരെ കീഴിലേക്ക് ബംഗാളിനെ മാറ്റി. അതാണ് നമ്മുടെ ഫസ്റ്റ് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ നമ്മൾ അവിടെ കീഴിലായി മാറിയ ഫസ്റ്റ് യുദ്ധം. അവരിവിടെ കാലുകുത്തി, അവർ നമ്മളങ്ങോട്ട് കീഴടക്കുന്നുള്ള ഉറപ്പ് അവർക്ക് കിട്ടി, ബ്രിട്ടീഷുകാർക്ക് കിട്ടിയ യുദ്ധമാണ് പ്ലാസി വാർ. അത് നമ്മളൊരു ഭയങ്കര പരാജയമായിരുന്നു. കാരണം നമ്മൾ അവർക്ക് കീഴടങ്ങേണ്ടി വരും ഒരു മുന്നറിയിപ്പായിരുന്നു ആ യുദ്ധം. അതായത് സിറാജുദ്ദൗള മാക്സിമം ആ യുദ്ധത്തിൽ പിടിച്ചു നിൽക്കാൻ നോക്കി. പക്ഷേ സിറാജുദ്ദൗള എന്തായി മാറി? പരാജയപ്പെട്ടു. ആ യുദ്ധത്തിൽ നമ്മളെ ആര് കീഴടക്കി? ബ്രിട്ടീഷുകാർ കീഴടക്കി. ഓക്കെ, അപ്പോൾ ആ ഒരു സിറാജുദ്ദൗളേൻ്റെ റൂളൊന്നും നിങ്ങൾ മറന്നു പോകരുത്. അത് ഇമ്പോർട്ടൻസ് ആണ്. അത് ഡേറ്റ് ആണ് പ്രധാനം. എത്ര ഡേറ്റ്? ഐഡിയോളജി ഓഫ് എക്സ്പാൻഷൻ, ടൂൾസ് ആൻഡ് മെത്തേഡ്സ്. ടൂൾസ് എന്തൊക്കെ ഉപയോഗിച്ചിരുന്നു? നമ്മളടുത്ത് ടൂൾസൊക്കെ വളരെ പഴയ തരത്തിലുള്ള ടൂൾസ് ആയിരുന്നു. പീരങ്കി മോഡലുള്ള ആയുധങ്ങളൊക്കെ ആരുടെ കയ്യിലായിരുന്നു? AK-47 മോഡലുള്ള ആയുധങ്ങളൊക്കെ ബ്രിട്ടീഷുകാരുടെ കയ്യിലായിരുന്നു. അത് നമ്മൾ ടൂൾസ് ഉപയോഗിക്കുന്നതിൽ നമുക്ക് അത്ര വലിയ വൈദഗ്ധ്യം കുറവായതും നമുക്ക് അവിടെ എക്സ്പാൻഷൻ കൂട്ടാൻ കാരണമായി. അല്ലെ? സിറാജുദ്ദൗളയാണ് ആ യുദ്ധത്തിൻ്റെ പേരാണ് പ്ലാസി വാർ. 1757. ആ ഡേറ്റ് മറന്നു പോകരുത്. മിസ് റിപ്പീറ്റ് ചെയ്യുന്ന എക്സാമിന് എന്തായാലും വരും. അതുകൊണ്ടാണ്. അപ്പോൾ ശ്രദ്ധിക്കുക. ഓക്കെ, പ്ലാസി വാർ.